ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അരി ഓറോട്ടിയുടെ റെസിപ്പി ആയാലോ. മാവ് പെട്ടെന്ന് തന്നെ കുഴച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ അരിപ്പൊടിയാണ്. അപ്പോൾ നല്ല നൈസായിട്ടുള്ള നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ചൂടുള്ള തിളച്ച വെള്ളം തന്നെ വേണമെന്നില്ല, ഒരു നല്ലൊരു ചൂടുള്ള വെള്ളം എടുക്കുക. അപ്പോൾ അത് 2.5 കപ്പോളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പകുതിയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്ന അരിൻ്റെ അളവനുസരിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്ന അളവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കാറ് നന്നായിട്ട് അരി വറുത്തെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷമല്ലേ നമ്മൾ പത്തിരി ഉണ്ടാക്കാറ്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി അരി റൊട്ടീനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം അതുപോലെ തന്നെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ നോക്കി കുറച്ചായിട്ട് തന്നെ ഒഴിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മാവ് നമ്മളിതാ ഈ ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ. കട്ടി കൂടാനും പാടില്ല, എന്നാൽ ലൂസായി പോകാനും പാടില്ല കേട്ടോ. ഇതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ 2 കൈയിലേക്കും കുറച്ച് എണ്ണാക്കി കൊടുത്തതിന് ശേഷം നമ്മളെ കയ്യിൽ തന്നെ ഇതുപോലെ നല്ലൊരു ബോളാക്കി വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിതാ ഈ ഒരു വലിപ്പത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വലിപ്പം കൂട്ടണമെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ റൗണ്ടാക്കിയിട്ടെടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങളെ കല്ലിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇടുന്നതിൻ്റെ എണ്ണം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 എണ്ണം ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇത് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരും, കളറൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു സമയത്ത് ഇതുപോലെ ആറി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ ഗീയോ ഇതുപോലെ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ഒരു സൈഡൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഗീ ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് 2 സൈഡൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വേകുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് കളറ് പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് നല്ലൊരു മുരിഞ്ഞ രീതിയിൽ വേണ്ട, ഇതുപോലെ മതിയെന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ അമർത്തി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ അരി റൊട്ടി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി അരി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബീഫ് കറിയുടെ ചിക്കൻ കറിയുടെ ഒക്കെ കൂടി സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റെവിടെ പിന്നെ കാണാം. ബൈ.